ഡിക്രൂസ് ചക്കരക്കുട്ടൻ ഡിക്രൂസ്. അങ്ങനെ ഇവിടെ കുമ്പളങ്ങ പിടിച്ചല്ലേ? ഇവിടെ ഈ പ്രാവശ്യം ഇങ്ങോട്ടും ഇവിടെ കുമ്പളങ്ങ ആക്കാൻ നേരത്തെ രണ്ടെണ്ണം പിടിച്ചു കിടക്കുന്നുണ്ടോ. ഇവരാണ് നമ്മുടെ ഇലയെല്ലാം കണ്ട് ഇതേപോലെ വട്ടത്തി ദുഷ്ടയാണ് അല്ലേ, ദുഷ്മൻ. ഇവരൊക്കെ ഓർമ്മയുണ്ടോ വരണേ? പിന്നെ വളർന്നവര് മുട്ടും പെണ്ണുങ്ങളായി പിള്ളേരായിട്ടിരുന്നാ മതി. അയ്യോ ചട്ടമ്പികൾ രണ്ടെണ്ണം. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈ വർഷത്തെ ഈസ്റ്റർ പിന്നെ സുബിൻ്റെ വീട്ടിലാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഈ ചൂടുമൊക്കെ പിടിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും സൂസൻ സമ്മതിക്കുന്നില്ല. തീർച്ചയായിട്ടും വന്നേ പറ്റുമെന്നും പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിനി അങ്ങോട്ടൊന്ന് പോകാം. അപ്പോൾ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ആയിരുന്നു അല്ലേ? മമ്മി കുറേ കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കഷ്ടപ്പെട്ടു. പല ടൈപ്പ് കറികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോരുന്നു. അപ്പം സുബിൻ ഇപ്രാവശ്യം നാളെ പറ്റിയില്ല. സുബി നാളെ വരത്തുള്ളൂ. ജോലി വല്ലതും ഉണ്ടോ? അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നാളെ ഇങ്ങോട്ട് വരാം. ഓക്കെ. അപ്പോൾ എല്ലാ വീഡിയോയിലും വന്ന് ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കാറുണ്ട്, ഈ മെറിൻ എന്തിയാ, മെറിൻ എവിടെ പോയി, ഇപ്പം മെറിനെ കാണിക്കുന്നില്ലല്ലോ. പരാതി മൂലം വന്നു. പരാതി തീർക്കാനായിട്ട് മെറിൻ വന്നിരിക്കുക. എങ്കിലും അവർക്കൊരു സമാധാനമാകും നിങ്ങളെ മൂന്നുപേരെയും കണ്ടാൽ. അല്ല, അവർ വരാതിരിക്കുന്നൊന്നുമില്ല, വരുന്നുണ്ട്. അവർക്ക് ജോലി സംബന്ധമായ തിരക്കും മാത്രം പെട്ടെന്ന് അങ്ങ് പോവും. പെട്ടെന്ന് വരും, പെട്ടെന്ന് പോവും. വീഡിയോയിലൊന്നും വരാൻ സാധിക്കാറില്ല. അതോ മടി പിടിച്ചോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം സുഖമായിട്ടിരിക്കുന്നു. നല്ല വിശേഷം. നമ്മുടെ ഫാമിലിയൊക്കെ എല്ലാവർക്കും എന്ത് കാര്യമെന്നറിയാമോ? എല്ലാവരും അങ്ങ് തിരക്കുവാ അല്ലേ? നമ്മുടെ വീട്ടിലുള്ള മൃഗജാലങ്ങളെ പോലും തിരക്കിക്കൊണ്ടിരിക്കുന്ന അത്ര സ്നേഹമുള്ള സബ്സ്ക്രൈബേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുമൊക്കെ ഒന്ന് വരണ്ടായി അതിനകത്ത്. ഇപ്പോൾ വീട്ടിൽ വരുന്നത് തന്നെ ഓരോ ചടങ്ങായിട്ട്, ആദ്യം ബ്രൂണോയും ബ്രൗണിയും. അതെ. ഓരോരുത്തരുടെ സ്നേഹപ്രകടനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞൊന്ന് ചോദിക്കുക ബ്രൗണി, ഇതാണ് ബ്രൂണോ തുള്ളുന്നു. റബ്ബർ വന്ന് ഊതിക്കുന്നവരെ വെച്ചോണ്ടിരിക്കുക. ചോറ് കഴിച്ചില്ല, കഴിഞ്ഞ അവൻ തുള്ളി നിൽക്കുക. ചേച്ചി എവിടെയായിരുന്നു ചോദിക്കടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മിയുടെ ഗാർഡനും കാര്യങ്ങളും ഒക്കെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എല്ലാം താഴെ നിൽക്കുന്നതേ ഉള്ളായിരുന്നു, ചെടിയെല്ലാം. ഇതെല്ലാം ഇപ്പം നല്ലതായിട്ട് പടന്ന് പന്തലിച്ച് പയറും എല്ലാം നല്ല രസമുണ്ട്. ചീര എല്ലാം നല്ല രസമായിട്ട് നിൽപ്പുണ്ട്. എങ്ങനെ സാധിക്കുന്നു? ഞാനല്ലേ നോക്കുന്നത്, ഞാനല്ലേ അമ്മ അവരുടെ. എന്നാലും സമ്മതിക്കണം, അപ്പാർട്ട്മെന്റിൽ ഞാൻ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും വെള്ളം ഒഴിച്ചാലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ മഞ്ഞയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പുഷ്ടിപ്പെടുന്നില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്, എങ്ങനെ ഈ ചൂടൊക്കെ പിടിപ്പിക്കുന്നുള്ളത്. ഇതൊക്കെ കണ്ട കഴിഞ്ഞത് പിന്നെ 3-4 പാടമായിട്ടൊക്കെ പയറിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം പെട്ടെന്ന് കണ്ട ഇഷ്ടം പോലെ കായ്കൾ തൊട്ടപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ അങ്ങോട്ട് ഞാൻ പറഞ്ഞു തന്നതുപോലെ അങ്ങോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, ആ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ പയറ് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. എനിക്ക് തന്നെ സന്തോഷം. ഞാനും ചിലപ്പം വിചാരിക്കാറുണ്ട്, ഞാൻ അങ്ങോട്ട് ഇടും, പെട്ടെന്ന് അഹങ്കരിക്കുന്നൊന്നും അല്ല കേട്ടോ. ഞാൻ നടുന്നു, ദൈവം വളർത്തി തരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അവരെ നോക്കും. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നോക്കി, നിങ്ങളെയൊക്കെ എങ്ങനെയാണോ വളർത്തിയത് അതേപോലെ ആണ് ഇവർക്ക് സംസാരിക്കുന്നതൊക്കെ പണ്ടോട്ടേ കാണുന്നൊരു കാര്യമാണ്. അവരോടൊക്കെ ഇരുന്ന് കാര്യം പറയുന്നത്, അവരെങ്ങനെ വന്നിങ്ങനെ തലോടുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കായകളാണ് വരുന്നത് ഉണ്ടോ. അപ്പോൾ ഇതേപോലെ പയറ് കൃഷി ആ പാടത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ വളപ്രയോഗം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പയറ് പിടിച്ചു കിടക്കുന്നതൊക്കെ കാണാം. അതുപോലെ തന്നെ വിളവെടുക്കാം, നല്ല ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഈസ്റ്ററിനൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ അങ്ങോട്ട് പറിച്ച് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അത് നമ്മൾ കുറേ കാലം കൊണ്ട് കാണുന്നതല്ലേ മെറിനെ അഭിനയമൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് കൂടെ നോക്കിയാൽ എന്തുമാത്രം പയറ് പിടിച്ചിട്ടുണ്ടെന്നുണ്ട്. ഇവിടെ എല്ലാം പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഓരോ പയറിൻ്റെയൊക്കെ നീളം കണ്ടോ,
കണ്ടോ എന്താ ആരോഗ്യം എന്ന് നോക്കിയേ. ഇത് 1 മീറ്റർ അല്ല ഇത് പിന്നെ ജ്യോതിക. ഇവിടെ എല്ലാം ഈ നോക്കിയാൽ നമ്മുടെ ഓരോ വളത്തിൻ്റെയാണ്. അല്ലേ ഇത് കണ്ടോ കുഞ്ഞു പ്രായത്തിലെ അല്ല ഈ താഴ്ന്നേ അങ്ങും മൊട്ടുകളും പൂവുകളും കണ്ട എല്ലാം ഇഷ്ടം പോലെ അങ്ങ് വരുന്നത്. അപ്പം അതിനകത്ത് ഞാൻ ഫിഷാമനും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, എഗ്ഗാമനും ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ ജൈവ സിലറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് മാറി മാറി കൊടുക്കുമ്പം അവരെന്നെ അങ്ങ് സന്തോഷിപ്പിക്കും. ഞാൻ അവരെ സന്തോഷിപ്പിക്കുന്നു, അവരെന്നെ സന്തോഷിപ്പിക്കുന്നു. അതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിലൊരു രസം എന്ന് പറയുന്നത്. വേണ്ട ഇവിടെയൊക്കെ നിൽക്കുന്ന അതെ പയറിൻ്റെയൊക്കെ കനം കണ്ടോ മരുന്നെ, ഇതൊരു പയർ മതി. അവിടെ ചീര നല്ല രസമുണ്ട്, കളർ കോമ്പിനേഷൻ. അത് തന്നെ ചീര നോക്കിക്കേ. മെറും മറന്നു പോയോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. ഇത് ഏതൊക്കെ ചീരയാണെന്ന് മെറിൻ്റെ അടുത്ത് തന്നെ ഒന്ന് ചോദിക്കാം. സുന്ദരി ചീര ഏതാ സുന്ദരി ചീര? ഇത് സുന്ദരി ചീര. സാധാ ചീര പേരുണ്ടോ? ഉണ്ട്, ചെമ്പട്ട് ചീര. ചെമ്പട്ട് ചീര. പിന്നെ അത് ചെമ്പട്ടതുണ്ടാവും. ബ്ലാത്തങ്കരയുണ്ട്, ചെമ്പട്ടും ഉണ്ട്. അതിനകത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അരുണുണ്ട്. ഉണ്ടാകാൻ നിൽക്കുന്നതൊക്കെ അരുണാണ്. മയിൽപ്പീലി ചീരയല്ലേ? മയിൽപ്പീലി ചീരയുണ്ട്. പിന്നെ അതാണ്ട് പാൽച്ചീര. ഇപ്പം 3 ലൈനായിട്ടാണ് നട്ടത്. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ പാൽച്ചീര, ഒരു ലൈന് റെഡ് ചീര, ഒരു ലൈന് സുന്ദരി ചീര. അതാ അതിങ്ങനെ നമ്മൾ മനസ്സിൽ ആദ്യമേ പ്ലാൻ എഴുതണം. എന്നിട്ട് നമ്മൾ പ്ലാൻ ഇട്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ അതുപോലെ ദൈവം തരും. ആ ഗ്രോ ബാഗിനകത്തെല്ലാം നമ്മുടെ സുന്ദരിച്ചീരയും പാൽച്ചീരയൊക്കെ ആയിരുന്നു. അത് ഓരോരുത്തരൊക്കെ വന്നപ്പോൾ കട്ട് ചെയ്ത് കൊടുത്ത് കുറച്ചൊക്കെ നമ്മൾ കഴിച്ചു. എല്ലാം കൂടെ നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഇങ്ങനെ 2 പയർ കിളിച്ചു വന്നു. അതിനും നമ്മൾ കമ്പൊക്കെ കൊടുത്തിട്ട് അതിനെ മേലോട്ട് കുത്തി നിർത്തിയിരിക്കുക. എല്ലാം ഇങ്ങനെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇവരൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ എന്താ ഒരു സന്തോഷം എന്നറിയാമോ? എനിക്കറിയാമോ, എനിക്കങ്ങ് ഭയങ്കര സന്തോഷം ഇത് കാണുമ്പോൾ. മക്കളെ കാണുന്ന മാതിരിയുള്ള സന്തോഷം. എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും അങ്ങനെ ഇവിടെ കുമ്പളങ്ങ പിടിച്ചല്ലേ? ഇവിടെ ഈ പ്രാവശ്യം ഇങ്ങോട്ടും ഇവിടെ കുമ്പളങ്ങ ആക്കാൻ നേരത്തെ 2 പിടിച്ചു കിടക്കുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ ചിരിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കണ്ട് നല്ല വലുതായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇവിടുത്തേന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പന്തലൂലെ പടർത്തിയിട്ട് നമ്മുടെ മുറ്റത്തോട്ടൊരു ഇത് സീതാഫലം ഇപ്പോണ്ടേ. അപ്പം അതിനകത്തോട്ട് കൊണ്ട് ഇങ്ങനെ കയറ്റിയിട്ട് അത് അവിടെ വരെ പോവും. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ കാ പിടിച്ച് കിടക്കുന്ന കാണുമ്പോൾ നല്ല ബൾബ് കിടക്കുന്ന മാതിരി കിടക്കണം. അതൊക്കെയാണ് എൻ്റെ പ്ലാന്. നോക്കാം ഇവിടം വരെ പോകുന്നുള്ളത്. ഇപ്പം വള്ളി താണ്ട് ഇവിടം വരെ ആവാൻ തുടങ്ങി. കണ്ടില്ലേ? കണ്ടോ വള്ളി വരുന്നുണ്ടോ? അതിന് ഇങ്ങനെ വേറെ വഴിക്ക് പോകുകയെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ കയറിനകത്ത് ഇങ്ങനെ ആക്കി കൊടുത്തു വിടണം. ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പന്തലൊക്കെ പപ്പ കെട്ടിയിട്ടിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ ഇങ്ങോട്ട് ആക്കി അങ്ങ് വിടും. ഇങ്ങനെ അങ്ങോട്ട് കെട്ടി ഒക്കെ അങ്ങ് വിട്ടാൽ മതി. അവരങ്ങ് പടർന്നങ്ങ് കയറി പോയിക്കോളും. കുമ്പളം ഭയങ്കര സംഭവം അല്ലേ? കുമ്പളം അത് ഞങ്ങൾ പ്രകൃതി പോയപ്പോഴും ഇത്രയും ഇതാന്ന് നമുക്ക് മനസ്സിലായി. കുമ്പളം കേട്ടിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ എന്തുവായിരുന്നു? കുമ്പളങ്ങ ജ്യൂസായിരുന്നു കൂടുതലും. രാവിലെ 7 മണിയാകുമ്പം കുമ്പളങ്ങ ജ്യൂസ്. അല്ല അടിപൊളി ജ്യൂസ് കേട്ടോ. നമ്മുടെ ദേഹത്തുള്ള എല്ലാ അഴുക്കും വലിച്ചെടുത്ത് കളയും എന്നൊക്കെയാണ് പറയുന്നത്. അവിടുന്ന് കുടിക്കാൻ എളുപ്പമായിരുന്നു. വീട്ടിൽ വന്ന് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടി. ഇനി എന്തായാലും നമ്മുടെ വീട്ടിൽ പിടിച്ചിട്ട് വേണം നമുക്ക് സമാധാനത്തെ അടിച്ചു കുടിക്കാനായിട്ട്. അവിടെ നിന്നുണ്ടോ ആ ചട്ടിക്കകത്ത് അതിനകത്തോട്ട് ഇലിമ്പിയിലോട്ട് പടർത്തി വിടുന്നുണ്ടോ? അത് നണ്ട പടർന്ന് നണ്ട മേളി വരെ കയറി കഴിഞ്ഞു. പിന്നെ ഇപ്പം ഇവിടെ കുമ്പളത്തിൻ്റെ ബഹളമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇലിമ്പിക്കാതാണ്ട് ഇതിനകത്തെല്ലാം. ഇനിയിപ്പം അടുത്ത ട്രിപ്പ് ഉണക്കി വെച്ചിട്ടുണ്ട് കുറേ. നീ കൊണ്ടുപോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അച്ചാറ്? നല്ലതായിരുന്നോ? ഒട്ടും വെള്ളം ചേർക്കാതെ അച്ചാറിട്ടതാണ്. നല്ലതായിരുന്നു. നമ്മുടെ ഈ വെണ്ടയിലും മറ്റുള്ള പച്ചക്കറികളിലൊക്കെ ഇങ്ങനെയുള്ള വെട്ടിലുകൾ കണ്ടോ വന്നിരിക്കുന്നുണ്ടോ? ഇവരാണ് നമ്മുടെ ഇലയെല്ലാം കണ്ട് ഇതേപോലെ വട്ടത്തി ദുഷ്ടയാണല്ലേ, ദുഷ്മൻ മുറിച്ച് കളയുന്നത് കണ്ടോ വട്ടത്തിൽ. അപ്പം ഞാൻ പറയുന്നത് വൈകുന്നേരത്തെ സമയത്തൊന്ന് നനച്ച് കൊടുത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു കുറേയൊക്കെ അങ്ങ് മാറിക്കിട്ടും. പോട്ടെ. ഇത് നമ്മുടെ സൽക്കീർത്തി വെണ്ടയാകട്ടെ. പിന്നെ ഇവിടെ ഒരു 10 ഗ്രോ ബാഗിനകത്ത് നട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഇല കൂടിയിരിക്കും കണ്ടോ? അതിനകത്ത് കണ്ടോ പുഴു ഇരിക്കുന്നുണ്ടോ? അതെ കണ്ടോ പുഴു ഇരിക്കുന്നുണ്ടോ? ഇതങ്ങ് ഇല ചുരുട്ടി അങ്ങ് ഇലയങ്ങ് നശിപ്പിക്കുക. അപ്പം നമ്മൾ കയ്യോടെ ഇങ്ങനെ അങ്ങ് ആക്കണം കേട്ടോ. അതിൻ്റെ വെടി തീർന്ന്
ഇല പിച്ചി കളയണ്ടേ? ഇല പിച്ചി തന്നെ കൊന്നു കളഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഒരു പുഴുവെങ്കിലും ഇരുന്ന് അതെല്ലാം നശിപ്പിക്കുക. ഇല മൊത്തം മഞ്ഞ കളറൊക്കെ കാണുമെന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് വെക്കുക. കണ്ടോ എന്നെ കായൊക്കെ പിടിച്ചിരിക്കുന്നേ. ഇപ്പം എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടേ? അപ്പം ചീരയൊക്കെ നമുക്ക് എടുക്കാം. ഓറാകുമ്പോഴത്തേക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് വാടിയാലോ. അപ്പോൾ ഒന്ന് നനച്ചിട്ട് പൊതിഞ്ഞിട്ട് തന്നു വിടാം. അപ്പോൾ വള്ളിച്ചീര ഉണ്ട് പപ്പ പടർത്തിയിട്ടേക്കുന്നത്. അപ്പോൾ അത് നല്ലതാണ്, പരിപ്പൊക്കെ ഇട്ട് കറി. അതങ്ങ് ഇവിടുന്ന് പോയിട്ട് ഇവിടെ ഒരു പുതിയത് ഒരെണ്ണം വന്നതാണ്. അയ്യന്തോറും ഇഷ്ടം പോലെ തൈകളാണ് കളിച്ച് വരുന്നത്. ഒരു രസമുണ്ട് കാണാൻ. പപ്പാണ് പച്ച തുണിയൊക്കെ വിരിച്ചിവിടെ കെട്ടി. ഭയങ്കര ചൂടല്ലായിരുന്നു അതുകൊണ്ട്. എന്നിട്ട് മാറ്റമുണ്ടോ പച്ച തുണി കെട്ടിയിട്ട്? അതിന് വേണ്ടിയല്ല, കുഴപ്പമില്ല. ഇങ്ങനെ ഇവിടെ ഒരേ ലെവലില് പിടിപ്പിക്കുവാനല്ലേ പയറ്? ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നോ ആ വീഡിയോ? ഏപ്രിൽ മാസത്തെ കൃഷിയിൽ. ഇപ്പം ഞാനിവിടെ ഒരു പുതിയ ടൈപ്പ് പയർ നട്ടിട്ടുണ്ട്. അത് തറയെ മുട്ടുന്ന ടൈപ്പ് പയറാന്ന് വാങ്ങിച്ച് നട്ടതാണ്. ഒരിടത്തുനിന്ന് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അപ്പം അത് കിളിച്ച് വരുമ്പോൾ അറിയാൻ കുറ്റിപ്പയറാണോ അതോ തറയെ മുട്ടുന്ന പയറാണോ എന്നുള്ളത്. പക്ഷെ എന്തായാലും നല്ലതുപോലെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം പയറൊക്കെ പിടിച്ചിട്ട് പണ്ട് നമ്മളൊരു വീഡിയോ എടുത്തില്ലായിരുന്നോ? പയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നടക്കണം, അതേപോലെ നടക്കണമെന്നും പറഞ്ഞിട്ട് കണ്ട് ഇവിടം വരായി. അന്ന് ഇവിടം വരെ നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം കണ്ട് ഇവിടം വരെ എത്തി. പപ്പ നല്ല അടിപൊളിയായിട്ട് പന്തലൊക്കെ നല്ല പൊക്കത്തിൽ കെട്ടുന്നുണ്ട്. 1.5 മീറ്റർ നീളമുള്ള പയറല്ലേ തറയും മുട്ടുന്നേ. അപ്പോൾ തറയും മുട്ടി നിൽക്കണ്ടേ, അതാ അതിനനുസരിച്ച് കെട്ടിയിട്ടിരിക്കുക. അപ്പോൾ തന്നെ ഇവിടം വരെ വന്നിട്ടുണ്ട് കണ്ടോ. നല്ല തൊല പടർന്നു വരുന്നുണ്ട്. പിന്നെ ലോട്ടസ് ഒക്കെ എന്തുവായി? ലോട്ടസ് കണ്ട് പൂ വിരിഞ്ഞിരിക്കുന്നു. നല്ല രസമുണ്ടല്ലേ. അതിൻ്റെ പേരെന്ത് വരുന്നു? വൈറ്റ് പിയോണി. ഇതിനകത്തെല്ലാം നട്ടിരുന്നായിരുന്നു കേട്ടോ. നല്ലതുപോലെ ഇങ്ങോട്ട് വന്ന് അല്ല പിന്നെ മണിക്കുട്ടിയും നമ്മുടെ പൊന്നും കൂടെ നശിപ്പിച്ചത്. ഇപ്പം നല്ലതുപോലെ കിളിച്ച് വന്നതിനകത്ത് പൂവും വന്ന് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മാതിരി ഉണ്ടല്ലേ. സുന്ദരിക്കുട്ടി. ഇതിന് വിത്ത് കിട്ടുമോ ഇനി? അതിന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാറ്റി നടണം. അപ്പം ഇതിനകത്ത് ഉണ്ട് കണ്ട് സംഭവം കണ്ട കുഞ്ഞിലയായിട്ട് വരുന്നുണ്ട്. വലുതായിട്ട് വന്നതായിരുന്നു. ആ പിള്ളേർ തിന്നതാ അത്. അവരെ അർമാദിച്ചു. ഇനി വെള്ളം മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ മാറ്റി നടണം അതിന്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഗ്രോ ബാഗിൽ ഇങ്ങനെ ഒരു ചെറിയ 4 പരുവത്തിൽ ഇരിക്കുമായിരുന്നു. ഇപ്പം ഇതാ നോക്ക് ഇവിടം വരെ എത്തി, പന്തലോലെത്തി. നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ 2 പന്തലിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നീന്തി പോകണം. നീന്തലൊക്കെ മിക്കവാറും അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും നീന്തും. ഈ സൈഡിൽ നിന്ന് പയറ് തൊട്ട് നീന്തണം, ഈ സൈഡിൽ നിന്ന് പീച്ചിൽ തൊട്ട് നീന്തണം. പീച്ച് താണ്ട് പടർന്നു പോകുന്നുണ്ട്. കായൊക്കെ പിടിച്ച് ഞാൻ പറയുന്നത് വല്ല മാറ്റം ഉണ്ടോ? പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടോ? എല്ലാം കിളിച്ചിട്ടുണ്ട് കാര്യമായിട്ട്. അപ്പോൾ രസമുണ്ട്, മമ്മി പറയുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതിനകത്ത് വല്ലതും ചെയ്യുന്നുണ്ടോ? അവനിങ്ങനെ ആഴ്ചോറും വരും, വരുന്നു പോന്നു അടിയനല്ലേ. പിന്നെ ഇപ്പം ആരാ? ഞാനും പപ്പയും കൂടെ ഇതൊക്കെ ചെയ്യുക. സ്വയം പര്യാപ്തരാ. ഇവിടെ ഇങ്ങനെ പീച്ചിലുണ്ട്, തൊട്ട് പുറകിൽ ബീൻസ് ഉണ്ട്, പിന്നെ തറയുന്ന 2 കുമ്പളം ഇങ്ങനെ പടർന്ന് കയറി പോകുന്നുണ്ട്. എല്ലാം കൂടെ ഇങ്ങനെ വരുമ്പോൾ നല്ല 4 മണിയുണ്ടോ നിൽക്കുന്നത്. എന്ത് നല്ല കളറാന്ന് നോക്കിയാൽ. അങ്ങനെ ഇനി നമുക്കിനി പറമ്പിൽ ഓരോ അറ്റത്തുനിന്ന് തുടങ്ങി ഒരറ്റം വരെ ഇങ്ങനെ ഓരോ നടണമെന്നാണ് എൻ്റെ ഒരു പ്ലാന്. മനുഷ്യൻ്റെ ആരോഗ്യമൊക്കെ എത്ര ഉണ്ടെന്ന് നോക്കാം. അല്ല എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളങ്ങ് മനസ്സിൽ കയറിയുണ്ടല്ലോ, അതങ്ങ് സാധിക്കണം. എന്താ ചെയ്യാൻ, അങ്ങനെ രക്തത്തിൽ അലിഞ്ഞു പോയത്. ഇവരൊക്കെ ഓർമ്മയുണ്ടോ വരണേ? പിന്നെ വളർന്നവര് ആണോ? അയ്യോ ചട്ടമ്പികളെ കണ്ടെണ്ണം. എൻ്റെ പാവം അമ്മണിയാണെങ്കിൽ വിശന്നാലും കരയത്തില്ല കേട്ടോ. ഇത് 2 എണ്ണം എന്തോ ഒരു കരച്ചിലെന്നറിയാമോ, വയറ് നിറഞ്ഞില്ലെങ്കിൽ. അയ്യോ ഈ ചൂട് പിടിച്ച് ഊപ്പാട് വരും അവരെ അവരുടെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ കരച്ചിലാടന്നങ്ങ് ഇച്ചിരി എങ്കിലും നിറയുണ്ടെങ്കിൽ കിടന്നങ്ങ് കരച്ചില്ല. അമ്മണി പാവം, അമ്മണിക്ക് വിശേഷമൊക്കെ ഉണ്ട്. അമ്മണിയേ എന്തുക്കളെ എന്തുവാ? യോ എന്നെ മറിച്ചിടല്ലേ, യോ മാറടി. ഒക്കെ അങ്ങ് സ്നേഹം കൊണ്ട് അങ്ങ് അടുത്ത് കൂടുന്നതാ. വാ മണിയേ, ഇതിനെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത. അഴിച്ചു വിടുമ്പോഴുള്ള ചാട്ടം കണ്ടോണെ. അഴിച്ചു വിടണോ? പാലൊന്നും തരത്തില്ല ഇനി അമ്മണി.
ആ പപ്പ ബിസ്ക്കറ്റ് കൊണ്ടു കൊടുക്കുക. ബേക്കറിയൊക്കെ മതി, ഭയങ്കര ഇഷ്ടമാണ് ബേക്കറി. ബിസ്ക്കറ്റ് തിന്നത്തില്ലായിരുന്നല്ലോ. ആദ്യം വലിയ മടിയായിരുന്നു, ഇപ്പോൾ ശീലമായിപ്പോയി. എടീ അമ്മണി ഇനിയും കൊടുക്കുവാന്ന് അവർക്ക്, വലിയ പെൺപിള്ളേർക്ക്. പാവം അമ്മണി അങ്ങ് നിന്ന് കൊടുക്കും രണ്ടുകൂടെ, അല്ലെങ്കിൽ അവിടെ കബഡി കളിക്കുന്ന മാതിരി അവർ നിർത്തിക്കളയും അവിടെ. ഇപ്പം ഭയങ്കര സങ്കടത്തിലായിട്ടോ. ഒരാൾക്ക് എന്തോ പറ്റുമെന്ന് അറിയാൻ വയ്യ. ഒരു ദിവസം നോക്കിയപ്പം കാണാം അത് മരിച്ചു കിടക്കുന്നു. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര സങ്കടമാണ് ഒറ്റയ്ക്കൊക്കെ. അയ്യോ പോയി പോയി. പിന്നെ ഇവിടെ അംഗസംഖ്യ കൂടിയോ അമ്മി? ആ ഇപ്പം അങ്ങനെ കൂടുതൽ മുട്ടയിടും, പക്ഷെ വിരിക്കുന്നൊന്നുമില്ല കേട്ടോ. ചൂട് കൊണ്ടൊക്കെ ആയിരിക്കും. ഇഷ്ടംപോലെ മുട്ടയിട്ടങ്ങ് തട്ടിക്കളിയാ. എന്നാലും 10-12 പേരായിട്ടുണ്ട് ഇപ്പം. ഇടയ്ക്ക് വെച്ച് 1-2 കുഞ്ഞുങ്ങളും കൂടെ ആയിട്ടുണ്ട് കേട്ടോ. അതിനകത്തെല്ലാം മുട്ട അടപ്പുണ്ട്. എന്തൊരു ചൂടാന്ന്, ഭയങ്കര ചൂടാ. അതാ ഇതാ ഇങ്ങനെ അഴിച്ചു വിട്ട ഒരു രക്ഷയില്ല. രണ്ടും കൂടെ പൊന്നോ കുതിരച്ചാട്ടാ രണ്ടും കൂടെ. രണ്ട് പെൺപിള്ളേരായത് കാര്യം എന്തായാലും. ഒരു രക്ഷ ഭയങ്കര അവക്ക്. സ്നേഹമൊന്നും ഇല്ല. ഇല്ല ഉണ്ട്, ഈ സ്നേഹം ഉണ്ടെന്ന്. അതൊന്നും സ്നേഹമില്ല. നമ്മുടെ ഈ സൈഡില് പറയുന്നത് എന്താ മീനിനെ ശവന്നാറിന്നല്ലേ? പിന്നെ നിത്യ കല്യാണി അല്ലേ? ആ നല്ല രസമുണ്ട്. നമുക്ക് കാണുമ്പോ എല്ലാം ഒന്നാന്ന് തോന്നുന്നെങ്കിലും പല മുദ്രകളല്ലേ? വൈറ്റ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് വൈറ്റ്, വെള്ളക്കകത്ത് പിങ്ക്, പ്ലെയിൻ വൈറ്റ്, റെഡൊക്കെ നട്ടിട്ടുണ്ട്. പിങ്കിൻ്റെ അകത്ത് പിങ്ക്, അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് അല്ലേ? ചെമ്പരത്തി പരിപാടിയും തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. പല വെറൈറ്റികൾ അവിടെ. ചെമ്പരത്തിയിലോട്ട് ഇതുവരെ കയറാനായിരുന്നു, അപ്പൊ അതോടെ തുടങ്ങി. അതുപോലെ 4 മണി ഇഷ്ടം പോലെ തിരിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ 4 മണി ആയപ്പോ നല്ല അടിപൊളി പൂക്കളായിട്ടുണ്ട്. 4 മണി എന്ന് പറഞ്ഞപ്പോ 6 മണിക്കാണ് വിരിയുന്നത്. 6 മണിക്കാണ് വിരിയുന്നല്ലേ? എന്തായാലും നല്ല രസമുണ്ട്, നല്ല കളറ്. ഇതിൻ്റെ തന്നെ ഇപ്പൊ എത്ര വെറൈറ്റി ഉണ്ടെന്ന് അറിയാമോ? അതിന്റെ വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, 2 കളറോട് ചേർന്നതുണ്ട്. ഡിസൈനൊക്കെ കണ്ടോ? അടുത്തടുത്ത് നിൽക്കുമ്പം ഇതാവുമല്ലേ, ക്രോസ് ആവുമല്ലേ? മറ്റേ നമ്മൾ ഡാർക്ക് പിങ്ക് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ നേരത്തെ പണ്ടൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, ഇപ്പൊ എല്ലാം ഇഷ്ടം പോലെ വെറൈറ്റി. നമ്മുടെ വിത്തിന്റെ മാതിരിയാണ്. ഇത് വെള്ള 4 മണിയാണ്, അത് നല്ല രസമുണ്ട്. ചേട്ടന്റെ വിജയുടെ വീട്ടിൽ വാങ്ങിച്ച പട്ടിക്കുട്ടനാ ഡിക്രൂസ്. ചക്കരക്കുട്ടൻ ഡിക്രൂസ്. ഡിക്രൂസ് എന്തിയേ? ഷേക്കാൻഡ് എന്തിയേ? ഷേക്കാൻഡ് മെറിന് പിന്നെ ഇങ്ങനെയുള്ള സംഭവത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ആണോ? ആ അതാ ഡിക്രൂസ്. പട്ടിക്കുട്ടിയായിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങൾ ഞെടുക്കട്ടാ? ഇവിടെ വളർത്തട്ടാ? വേണ്ട, നിങ്ങൾ മേടിച്ചു തന്നോ? ഞങ്ങൾ വളർത്തിയല്ലോ. ഷേക്കാൻഡ് എന്തിയ? ഷേക്കാൻഡ് എന്തിയ? ഡിക്രൂസ് ഷേക്കാൻഡ് എന്തിയേ? ഓടിക്കും കുഴയും പെട്ടെന്ന് അങ്ങ് കേട്ട കുഞ്ഞല്ലേ. ഡിക്രൂസ് എന്തുവാൻ്റെ ചെടി പോക്കുന്നേ? ഡിക്രൂ അല്ല, അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ അവൻ വരുത്തോളാം, അല്ലാതെ വരുത്തൊന്നുമില്ല. എടാ എനിക്ക് ഇഷ്ടപ്പെട്ടോടാ, ചെടി ഇഷ്ടപ്പെട്ടോടാ. ഡിക്രൂ എൻ്റെ ചെടി പോക്കല്ലേ. മമ്മിയുടെ അടി കിട്ടുവേ. നോക്ക് കിടക്കുന്നു, നോക്ക് മത്തക്കകത്ത് കിടക്കുന്ന മാതിരി. ആരാടാ ചെടി അടിച്ചു നിന്നേ? ഷേക്കാൻ്റെ താ പെഡിഗ്രി തരാം. ആള് ഇച്ചിരി വേണമെങ്കിൽ പെഡിഗ്രി കാണുമ്പോൾ വെപ്രാളം കണ്ട. മെറിന് വേണമെങ്കിൽ എല്ലാ ആഴ്ചയിലും വരും ഇതിനെ കാണാനായിട്ട്. അപ്പം മെറുംകുട്ടിയും എബിനും ഒക്കെ വന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം സുബിന് ഇന്ന് വരാൻ പറ്റിയില്ല, നാളെ വരും അല്ലേ? കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ നാളെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.